എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ രുചിക്കൂട്ട് എരിവ് ചമ്മന്തിയാണ്. ദോശയ്ക്കും ഇഡ്ലിക്കും അപ്പത്തിനെല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ. വീഡിയോയിലേക്ക് പോകാം. എരിവ് ചമ്മന്തിക്കായിട്ട് കാശ്മീരി മുളക്, വെളുത്തുള്ളി, വറ്റൽമുളക് ഇത് മൂന്നും ഏകദേശം ഒരു 10-15 എണ്ണം വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അല്പം വാളൻ പുളിയും കൂടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ കൂട്ടും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. കാശ്മീരി മുളകും വറ്റൽമുളകും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ വെളുത്തുള്ളി എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം കറിവേപ്പില ഇതുപോലെ തന്നെ ചെറിയൊരു ചൂടായി കഴിയുമ്പോൾ അത് നമ്മളെടുത്ത് മാറ്റുകയാണ്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിയാണ് അടുത്തതായിട്ട് ചൂടാക്കി എടുക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഉഴുന്നൊരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉഴുന്നെല്ലാം ചൂടാക്കി എടുക്കാൻ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ കൂട്ടും ചൂടാക്കി അതിനുശേഷം നമ്മൾ അതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. പുളി, ഉഴുന്ന്, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, എരിവ് ചമ്മന്തിക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ കൂട്ടുകളെല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. നല്ല പോലെ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ബൗളിലേക്ക് മാറ്റിയ ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ കുഴഞ്ഞു കിട്ടുന്ന വിധത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ രുചിക്കൂട്ട് എരിവ് ചമ്മന്തി ചപ്പാത്തിക്ക്, ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, അതുപോലെ തന്നെ അപ്പത്തിന് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വേറൊരു കറിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇഡ്ഡലിയുടെ കൂടെയാണ് ഈ എരിവ് ചമ്മന്തി ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു രുചിയായിട്ട് ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി.